സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്തുകൊണ്ട് ദിവസവും വരുമാനമുണ്ടാക്കുന്ന നിരവധി പേരുണ്ട്. അതുപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള പണം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരാളാണ്. അതായത് നിങ്ങൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിലും ഇനി പ്രോഫിറ്റ് ഇല്ല, ലോസിലേക്ക് സ്ഥിരമായിട്ട് ലോസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരുന്ന ഒരാളാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ എന്തുകൊണ്ടും ഉപകാരപ്പെടും. അപ്പോൾ അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്സ്റ്റോക്സിലൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഫോണിലുള്ള അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും. സാധാരണ രീതിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഇൻട്രാഡേ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രോ മോഡൽ ഇവിടെ ഡിസ്കവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പലരും വെറുതെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഇൻട്രാഡേ ഇന്ന് രാവിലെ ബൈ ചെയ്യാം, അതായത് വാങ്ങാം, അതിനുശേഷം ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങാം, അതിനുശേഷം വിൽക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബ്ലൈൻഡായിട്ട് കണ്ണു പൂട്ടിക്കൊണ്ട് ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുകയും അതിനുശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ വില കുറഞ്ഞു എന്ന് കാണുമ്പോൾ അതിനെ സെല്ല് ചെയ്യുകയും അല്ലെങ്കിൽ വില കൂടുമ്പോൾ വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഇങ്ങനെ ബ്ലൈൻഡായിട്ട് എടുക്കാതെ നമ്മൾ വെറുതെ കണ്ണും പൂട്ടി ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എടുക്കാതെ നമുക്ക് ഒരു വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള കുറച്ച് കാര്യങ്ങൾ അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ പലർക്കും വാട്സപ്പിലും ടെലഗ്രാമിലും ഒക്കെ ടിപ്സ് കിട്ടാറുണ്ട്. അപ്പോൾ ആ ടിപ്സ് അല്ലെങ്കിൽ കോൾ ആരെങ്കിലും പറഞ്ഞതിന് ശേഷം ഇന്ന സ്റ്റോക്ക് ഇന്ന ദിവസം മുകളിലേക്ക് പോകും, അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് എൻട്രി എടുത്താൽ കുറച്ച് സമയത്തിനുള്ളിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആരെങ്കിലും ഒരു റെക്കമെൻഡേഷൻ തന്നാൽ പോലും ആ സ്റ്റോക്ക് നല്ലതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം എടുക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അതിനെല്ലാത്തിനും ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷനകത്തുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഡിസ്കവർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വന്നതിന് ശേഷം നമുക്ക് താഴേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്നത്തെ ദിവസം മാർക്കറ്റ് മുകളിലേക്കാണോ താഴേക്കാണോ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മാർക്കറ്റ് മുകളിലേക്കാണെങ്കിൽ ഇവിടെ നിഫ്റ്റി നമ്മളിവിടെ ഏതൊക്കെയാണോ പിൻ ചെയ്തിട്ടുള്ളത്, ഇപ്പം നിഫ്റ്റി ആണ് അല്ലെങ്കിൽ സെൻസെക്സ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും നിഫ്റ്റിയിലുള്ള ഒരു സ്റ്റോക്കാണ് എടുക്കുന്നതെങ്കിൽ നിഫ്റ്റിയിൽ നിന്ന് മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചാർട്ട് എടുത്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ ഫോണിലാണെങ്കിൽ നമുക്ക് ഇവിടെ നിഫ്റ്റി നോക്കുമ്പോൾ തന്നെ കാണാം. അപ്പോൾ ഇത് റെഡ് കളറിലാണെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ അറിയാം മാർക്കറ്റ് ഇന്ന് ഡൗൺ ആണ്. അപ്പോൾ അത് എത്ര പോയിന്റ് ഇടിഞ്ഞു എന്ന് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ആണെങ്കിൽ ബാങ്ക് സ്റ്റോക്സ് ഒക്കെ എടുക്കാനാണെങ്കിൽ ആ ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയാണോ അതിൻ്റെ ഒരു ഇത് പിൻ ചെയ്ത് ഇവിടെ വയ്ക്കുക. നമ്മൾ എടുക്കുന്ന നിഫ്റ്റിയിലാണെങ്കിൽ ആ നിഫ്റ്റി ഇവിടെ പിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ നിന്നും മാർക്കറ്റിൻ്റെ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ മാർക്കറ്റ് മുകളിലേക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്ന സ്റ്റോക്ക് മുകളിലേക്ക് പോകും എന്നുള്ള ഒരു സ്റ്റോക്ക് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ താഴേക്ക് വന്നതിന് ശേഷം നമുക്ക് ടോപ്പ് ഗെയിനേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് മാറ്റിയിട്ട് സ്റ്റോക്സ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും മുകളിലേക്ക് പോകുന്ന സ്റ്റോക്കുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നതെങ്കിലാണ് നമ്മളിവിടെ ടോപ്പ് ഗെയിനേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ മാർക്കറ്റ് ഡൗൺ ആണ്. ഇവിടെ റെഡ് കളറിലാണ് കാണിക്കുന്നത്, 82 പോയിന്റ് താഴേക്കാണ് പോകുന്നത്. അപ്പോൾ ഡൗൺ ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളത്, ഇന്നത്തെ ദിവസം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുകളിലേക്ക് പോകുന്ന സ്റ്റോക്കിനെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് നമുക്ക് ടോപ്പ് ലോസേഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഉജ്ജീവൻ അല്ലെങ്കിൽ സുസ്ലോൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം സ്റ്റോക്കുകൾ ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അന്നേ ദിവസം നമുക്ക് ആദ്യം തന്നെ സെല്ല് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻട്രാഡേ ചെയ്യാം. അതായത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല, നമ്മൾ ഫസ്റ്റ് തന്നെ ആ സ്റ്റോക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സെൽ ഓപ്ഷൻ കൊടുത്ത് ക്വാണ്ടിറ്റി സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഒരുവിധം ലോസ് ഒഴിവാക്കാൻ സഹായിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും അന്നത്തെ ദിവസം മാർക്കറ്റിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് താഴേക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടെ താഴെ സെലക്ട് ചെയ്യുന്നതും ടോപ്പ് ലോസേഴ്സ് ആയിട്ടുള്ളതാണ് അന്ന് മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റ് ടോട്ടലി അന്ന് ഇടിയുന്നതായിരിക്കും, അന്നത്തെ ദിവസം നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കും താഴേക്ക് പോകുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്റ്റോക്കിനെ നമുക്ക് ധൈര്യമായിട്ട് എൻട്രി എടുക്കാം. അത് കഴിയുമ്പോൾ കുറേ സമയം കഴിയുമ്പോൾ വീണ്ടും ആ സ്റ്റോക്കിന്റെ വില വീണ്ടും കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, വീണ്ടും നമ്മൾ വാങ്ങിയതിൽ നിന്നും വീണ്ടും കുറയുമ്പോൾ നമുക്കതിനെ
നമുക്ക് എക്സിറ്റ് ചെയ്യാം. അതായത് നമ്മൾ അതിനൊരു ബൈ എൻട്രി ആയിട്ട് അവർ കണക്കാക്കുകയും നമുക്കപ്പോൾ ആദ്യം വാങ്ങിയതായിട്ടും അല്ല രണ്ടാമത് സെല്ല് ചെയ്തതിനെ രണ്ടാമതായിട്ടും നമ്മൾ എക്സിറ്റ് ആവുന്നതിനെ ബൈ ആയിട്ട് കണക്കാക്കി നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോസ് ഉള്ള, അതായത് മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന ദിവസവും നല്ല രീതിയിൽ ഇൻട്രാഡേ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി മാർക്കറ്റ് മുകളിലേക്കാണെങ്കിൽ നമുക്ക് ടോപ്പ് ഗെയിനേഴ്സ് എന്നുള്ളതിൽ നിന്നും ഇൻട്രാഡേ ചെയ്യുന്നതിനുള്ള സ്റ്റോക്കുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ആരെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ അന്ന് ഇൻട്രാഡേ ചെയ്യാൻ വിചാരിക്കുകയാണെന്ന് ചിന്തിക്കുക. അതായത് ആരെങ്കിലും പറയുന്ന ഒരു റെക്കമെൻഡേഷൻ തരികയാണ്, ഇന്ന സ്റ്റോക്ക് കൊള്ളാം. അപ്പോൾ ആ സ്റ്റോക്ക് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ ആ വാങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ സ്റ്റോക്ക് എടുക്കുക. അതായത് നമ്മൾ ആ സ്റ്റോക്കിന്റെ അപ്പോൾ ക്രിസിൽ എന്ന് പറയുന്ന സ്റ്റോക്ക് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കണം. അതായത് നമുക്കറിയാം ആ സ്റ്റോക്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ സമ്മറി എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ സമ്മറിയിൽ നോക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഇപ്പോൾ ഇതിൻ്റെ വില 5431 രൂപയാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു സ്റ്റോക്കൊക്കെ ആയിരിക്കും ഇൻട്രാഡേ ചെയ്യുന്നത്. ഞാനിത് ഉദാഹരണം കാണിക്കുന്നത് മാത്രമാണ്. അപ്പോൾ ഇത് ഓപ്പൺ ആയിരിക്കുന്നത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ 5272 മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഹൈ എത്ര വരെ പോകാൻ ചാൻസ് ഉണ്ട്, എത്ര വരെ താഴേക്ക് പോകും, ഇന്നലെ ക്ലോസ് ചെയ്ത വില എത്രയാണ്, ഇത്രയും നമ്മൾ ബേസിക് ആയിട്ടെങ്കിലും അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ ഇതിന്റെ സർക്യൂട്ട് അറിയണം, അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും. അതായത് ഇൻട്രാഡേ ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ലോവർ സർക്യൂട്ടും അപ്പർ സർക്യൂട്ടും. അതായത് ഇന്നത്തെ ഈ വില ഇപ്പോൾ മാർക്കറ്റിലുള്ള വിലയായിരിക്കും ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആ സ്റ്റോക്കിന്റെ വില പരമാവധി ഇടിയാൻ ചാൻസ് ഉണ്ടെങ്കിൽ എത്ര വരെ ഇടിയും, അതുപോലെ അതിനെയാണ് ലോവർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ സെബി അതിനെ ബ്രേക്ക് ചെയ്യും. അവിടെ നമുക്കത് അവിടെ അവർ അതിനപ്പുറം പോകാൻ സാധിക്കില്ല, 4227 വരെ. അപ്പോൾ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ്പർ സർക്യൂട്ട് എന്ന് പറയും. അതിവിടെ നമുക്കിവിടെ ഇവിടെ കാണാൻ പറ്റും 6343. അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു വര കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പർ സർക്യൂട്ടിന്റെ അടുത്താണോ ലോവർ സർക്യൂട്ടിന്റെ അടുത്തേക്കാണോ ഇത് എത്തിയിരിക്കുന്നതെന്ന് കാണാം. അപ്പോൾ അന്നത്തെ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ മാർക്കറ്റ് ട്രെൻഡ് മുകളിലേക്കും നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കിന്റെ ട്രെൻഡ് മുകളിലേക്കാണെങ്കിൽ അതൊരു സർക്യൂട്ടിൽ താഴെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എൻട്രി എടുക്കാം. വൈകുന്നേരം എത്തുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് മുകളിലേക്ക് എത്തുകയും അപ്പർ സർക്യൂട്ടിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നമുക്ക് അതിൽ നിന്നും എക്സിറ്റ് ആവാനും പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു കാര്യം മാത്രം ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ 52 ആഴ്ചയിലുള്ള ഈ ഒരു കാര്യമൊക്കെ നോക്കാം. പിന്നെ ഇവിടെ കണ്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാങ്ങാൻ കൂടുതൽ ആൾക്കാരുണ്ടോ വിൽക്കാനാണോ കൂടുതൽ ആൾക്കാർ, ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ പലരും ഇതൊക്കെ എല്ലാവർക്കും ഇൻട്രാഡേ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇതെല്ലാം നോക്കിയിട്ട് ചെയ്യുന്നവർക്ക് സ്ഥിരമായിട്ട് പ്രോഫിറ്റ് കിട്ടും. ഇതൊന്നും നോക്കാതെ ചെയ്യുന്നവർക്കാണ് സ്ഥിരമായിട്ട് ലോസ് അടിക്കുന്നത്. അവർ പിന്നെ മാർക്കറ്റിനെ കുറ്റം പറഞ്ഞിട്ട് ഇറങ്ങി പോകാറാണ് സാധ്യത. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിന് മുൻപ് ഈ ഒരു കാര്യം നോക്കുക. അതായത് വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ എത്രയാണ്, വിൽക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ എത്രയാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഇവിടെ 49% പേര് വാങ്ങാനും 51% പേര് വിൽക്കാനുമാണ്. അപ്പോൾ ഇന്ന് ട്രെൻഡ് എന്ന് പറയുന്നത് വിൽക്കാനാണ് ഈ സ്റ്റോക്ക്. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 49 മാർക്കറ്റ് ഡൗൺ ട്രെൻഡാണ്, ഇവിടെ 51% വിൽക്കാനുണ്ട്, നമുക്കിത് സെല്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചാർട്ടും കൂടെ നമ്മൾ നോക്കണം. ചാർട്ടിലും എങ്ങനെയാണെന്നുള്ള കാര്യം അതുകൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പോൾ കൂടുതൽ ആൾക്കാർ ആ സമയത്ത് വാങ്ങാനാണോ വിൽക്കാനാണോ എന്നുള്ളൊരു ഏകദേശ കണക്ക് നമുക്കിവിടെ കിട്ടും. അപ്പോൾ അപ് സ്റ്റോക്സിനകത്ത് 30 വരെ ഇവിടെ ക്വാണ്ടിറ്റി കിട്ടും. ഓരോ പ്രൈസിനും എത്ര ആൾക്കാരാണ് വാങ്ങാൻ വിൽക്കുന്നത്, എത്ര പേരാണ് വിൽക്കാൻ വേണ്ടിയുള്ളത് എന്നുള്ള കാര്യങ്ങൾ കൂടെ നമുക്കിവിടെ നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതും നമുക്കൊരു സാധ്യതയാണ്. അപ്പോൾ എല്ലാം എപ്പോഴും സാധ്യതകൾ മാത്രമാണ് ഇൻട്രാഡേ ചെയ്യുമ്പോൾ. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ വാങ്ങാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം നമുക്ക് വാങ്ങുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. നമ്മൾ ചെയ്തത് നമ്മൾ പഠനം നടത്തിയതിന് ശേഷമാണ് വാങ്ങിയത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ലോസ് വന്നാൽ പോലും നമുക്ക് ആ ഒരു നഷ്ടം സഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി എങ്കിലും നമുക്കുണ്ടാവും. അപ്പോൾ ബ്ലൈൻഡായിട്ട് എടുക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് താഴേക്ക് വീണ്ടും വരുമ്പോൾ ഷോർട്ട് ടൈമിലേക്ക് ഇതിൻ്റെ ഒരു ട്രെൻഡ് കണ്ടോ, നമുക്ക് എവിടെയാണ് നിൽക്കുന്നത്, ന്യൂട്രൽ ആണോ ഡൗൺ ആണോ അപ്പാണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പിന്നെ നമ്മളിവിടെ ന്യൂസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് ഇൻട്രാഡേ എടുക്കുമ്പോൾ അപ്പോൾ പ്രധാനപ്പെട്ട ആ ന്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് ചാർട്ടാണ്. അപ്പോൾ ചാർട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക. ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയതിന് ശേഷം ചാർട്ടിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ലൈൻ വരച്ചിട്ട്
എവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഒരു സപ്പോർട്ട് ലെവലിലാണോ നിൽക്കുന്നതെന്ന് ആദ്യം നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ആ സപ്പോർട്ടിൽ നിന്ന് ഒരു എൻട്രി എടുക്കാൻ പറ്റും, ബൈ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് എക്സിറ്റ് ആവാൻ ഒരു റെസിസ്റ്റൻസ് ലെവലിലെത്തിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെല് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാനിവിടെ ചാർട്ട് ഇവിടെ കാണിക്കുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് റെസിസ്റ്റൻസും സപ്പോർട്ടും വരയ്ക്കുന്നതെന്ന് അറിയാത്തവർക്ക് നമുക്കിത് ഇവിടെ തന്നെ കണ്ടോ ഒരു സിമ്പൽ കണ്ടോ, ഫംഗ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പിവറ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് പിവറ്റ് പിവറ്റ് എന്ന് പറഞ്ഞിട്ട് പിവറ്റ് ചാർട്ട് അല്ലെങ്കിൽ പിവറ്റ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സംഭവം കിട്ടും. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെ മനസ്സിലാവുന്നതാണ്. പിവറ്റ് പോയിന്റ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് കിട്ടും. കണ്ടോ ഇവിടെ കുറേ വരകൾ വന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല എങ്കിൽ ഞാനിവിടെ എന്താ വലിയ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇൻഡിക്കേറ്റ്സ് എന്നുള്ളതിൽ പിവറ്റ് പോയിന്റ് സ്റ്റാൻഡേർഡ് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ പിവറ്റ് പോയിന്റ് ഇവിടെയായിട്ട് വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഓരോ ഈ കാര്യത്തിലും, അതായത് നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് കാണുന്ന മൊബൈൽ സ്ക്രീനിൽ തന്നെ ആയിരിക്കും മനസ്സിലാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാനത് കാണിച്ചു തരാം. ഇവിടെ തന്നെ ഞാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാർട്ട് എടുത്തിട്ട് ഓക്കെ ഞാൻ മൊബൈലിൽ തന്നെ കാണിച്ചു തരാം. മൊബൈലിൽ നോക്കുമ്പോൾ അതാ ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ മൊബൈൽ സ്ക്രീനിൽ നിങ്ങൾ നോക്കുക. മൊബൈൽ സ്ക്രീനിൽ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ ലൈൻസുകളായിട്ട് വന്നിട്ടുള്ളത് കാണാം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ ഓരോ ലൈന് റെസിസ്റ്റൻസ് എത്രയാണ്. ഇതാ ഇവിടെ കണ്ടോ റെസിസ്റ്റൻസ് ലെവലിൽ എത്തുമ്പോൾ അവിടെ തട്ടി താഴേക്ക് വരികയാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നും ക്രിസിൽ എന്ന് പറഞ്ഞ സ്റ്റോക്ക്, ഏത് സ്റ്റോക്കാണ് ഞാൻ ഒന്ന് റെക്കമെൻഡ് ചെയ്യുന്നതല്ല, വെറുതെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ഇവിടെ നിന്നും ഇതാ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തപ്പോൾ അല്ലെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് അതിൽ എൻട്രി എടുക്കാം. ഇതാ ഈ മുകളിൽ എത്തിയപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇൻട്രാഡേക്ക് ഇതുപോലെ നമുക്ക് സെല് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ചാർട്ട് ഉപയോഗിച്ചിട്ട് പറ്റും. അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഇൻഡിക്കേറ്ററാണ് RSI എന്ന് പറയുന്നത്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ RSI എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേറ്റർ താഴെ വരും. അപ്പോൾ ഇവിടെയും നമുക്ക് ഇവിടെ ഒരു 70 മുകളിൽ വരുമ്പോൾ നമുക്ക് സെല് ചെയ്യാം, താഴെ വരുമ്പോൾ 30 താഴെ വരുമ്പോൾ ബൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നല്ലൊരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് ഈ 2 ഇൻഡിക്കേറ്ററും ഉപയോഗിച്ചുകൊണ്ടും നമുക്കൊരു സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം എപ്പോൾ വിൽക്കാം എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് സ്ഥിരമായിട്ട് വയ്ക്കുക. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ലോസ് വരുന്നത് കൂടെ നമുക്ക് ഒന്ന് ലിമിറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം നമുക്ക് അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ കണ്ണും പൂട്ടിക്കൊണ്ട് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നഷ്ടം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇൻട്രാഡേ ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുന്നവർക്ക് ഇതിലധികം ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം ഇൻട്രാഡേ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഒന്നും അറിയാതെ ചെയ്യുന്നവർ വെറും അപ്സ്റ്റോക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇൻട്രാഡേ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോസ് കുറയ്ക്കാനും സ്ഥിരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്.